നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 14-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 31-ാം തീയതി. മേടമാസം ഇന്ന് തീരെയാണ്. 31-ാം തീയതി ബുധനാഴ്ച. വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രവും അനിഴം നക്ഷത്രമാണ്. അനിഴം ശരിക്കും പറഞ്ഞാൽ ശുഭനക്ഷത്രത്തിൽ പെടുന്നതാണ് അനിഴം. അപ്പം നക്ഷത്രം കൊള്ളാം, ദിവസം കൊള്ളാം. ബുധനാഴ്ച. ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനാണ് ബുധൻ. നമ്മളെപ്പോഴും തൊഴിലിനെ കാണിക്കുന്നത് ബുധനാണ്. അപ്പോൾ നമുക്കിന്ന് ബുധൻ എന്ന് പറയുമ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകാനോ, ഒരു ആപ്ലിക്കേഷൻ അയക്കാനോ, മറ്റെന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള മേൽ നടപടികൾ സ്വീകരിക്കാനോ ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ് ഇന്നത്തെ ദിവസം ബുധനാഴ്ച. മേടമാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് ബുധനാഴ്ച കൂടി വന്നിരിക്കുന്നത് കൊണ്ട്. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. ഇല്ല, ജോലിയില്ല, ഒരു ജോലി തേടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. ഇല്ല, ബിസിനസ് ഇരിക്കുന്നവരാണെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഡെവലപ്പ് ചെയ്ത് തരും ഈ ഒരു വർഷക്കാലം. അതുകൊണ്ട് ഈ വർഷവും വേണ്ട രീതിയിൽ പ്രയോഗിക്കണം. എന്തൊക്കെ വ്യാഴമൊക്കെ പ്രപഞ്ചത്തിൽ അനുകൂലപ്രദമായി അല്ല നിൽക്കുന്നത് വൃശ്ചിക രാശിക്കാർക്കെങ്കിലും നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. കാരണം ബുധൻ്റെ പ്രഭാവമുണ്ട്, ബുധൻ്റെ സംരക്ഷണമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, അത് വിജയിക്കും. ഇന്ന് നമുക്ക് നല്ല ദിവസമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും എന്നത്തെ പോലെ തന്നെ രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. രാവുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 മണി മുതൽ 1:30 മണി വരെയാണ് രാവുകാലം എന്ന്. പക്ഷേ രാവുകാലം തുടങ്ങുന്ന 12 മണിക്കല്ല, 12:21 തൊട്ട് 1:54 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് ചെയ്യരുത്, ശുഭകാര്യങ്ങൾക്ക് പോവരുത്. അതുപോലെ യമകണ്ഠകാലവും ഗുളികകാല സമയമുണ്ട്. ഈ സമയം നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. മറ്റത് യാത്രയ്ക്ക് മാത്രം നോക്കിയാൽ മതി. ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു കാര്യത്തിനും എടുക്കരുത്. 10:47 തൊട്ട് 12:21 വരെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയം വരുന്നത് 7:41 തൊട്ട് 9:14 വരെ യമകണ്ഠകാലവും. സമയം അങ്ങ് ഒഴിവാക്കി കളയുക. അല്ല, ബാക്കി ഇത്രയും സമയമുണ്ട്. അപ്പോൾ ഈ സമയത്തെ നമ്മൾ ശുഭകാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിടാനോ, മറ്റെന്തെങ്കിലും ജോയിൻ ചെയ്യാനോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് അത് എടുക്കാതിരിക്കുക. ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം 11:57 തൊട്ട് തന്നെയാണ്. 12:45 വരെ 48 മിനിറ്റ് ഉള്ളതിൽ 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് നമുക്ക് ഈ സമയം എടുക്കാം. ഇന്നത്തെ ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. പച്ച കളറ് അല്ലെങ്കിൽ പച്ച മിക്സായിട്ടുള്ള കളറുകളോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച കളർ വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.